തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരുപാട് സർവേകളൊക്കെ പല കോണുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയമാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത ലോക് പോൾ സർവേ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുമെന്നും ഈ സർവേ ഫലം പറയുന്നുണ്ട്. ലോക് പോൾ സർവേ ഒരു സ്വകാര്യ ഏജൻസിയാണ്. ഈ കർണാടക തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ കൃത്യമായി പ്രവചനം നടത്തിയ നിലയിൽ കൂടി ലോക് പോൾ സർവേ ആ ഏജൻസി വളരെ ശ്രദ്ധേയമായൊരു ഏജൻസി കൂടിയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഈ 400 വിട്ടൊരു കളി പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമില്ല. BJP നേതാക്കളൊക്കെ ആവർത്തിക്കുന്ന 400 ഒരു സംഖ്യയിൽ അങ്ങനെ പിടിച്ചവർ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് ഈ BJPയുടെ ഒരു ആഭ്യന്തര റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ അത് കൃത്യം സംഖ്യ ഓർക്കുന്നില്ല. പക്ഷേ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ സർവേ വരുന്നത്, ലോക് പോൾ സർവേ വരുന്നത്. അതുമാത്രമല്ല ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ കൂടി പോകുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ സർവേകൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതിൽ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ മുഹമ്മദ് നൗഫൽ രാജസ്ഥാനിൽ കുറച്ച് ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം ബിക്കാനീറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാളുടെ ബൈറ്റ് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതാണ് ആട്ടിടയന്, ആടുകളെ മേച്ച് അദ്ദേഹം മാത്രമല്ല ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ ആടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തോട് മോഡിയെക്കുറിച്ച് ചോദിക്കുന്നു, അറിയില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചോദിക്കുന്നു, കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ്. ഇത് നമ്മളിതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വായിച്ചത്. പക്ഷേ മെനിയാന്നാണ് നൗഫൽ ലൈവായിട്ട് അത് ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ കിടന്നുപോയി അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ആളൊന്നുമല്ല. കണ്ടിട്ടൊരു ഏർലി 60s ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം മോഡിയെക്കുറിച്ച് കേട്ടിട്ടില്ല, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ട് കാണുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇതേതോ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്നും നൗഫൽ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല. പോകുന്ന വഴിയെ റോഡുള്ള സ്ഥലത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഇവരെ കാണുന്നു, വണ്ടി നിർത്തുന്നു, ക്യാമറ ഓണാക്കുന്നു, അങ്ങനെ സംസാരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ഉത്തരേന്ത്യയിൽ ആർക്കും രാഹുൽ ഗാന്ധിയെയും മോഡിയെ അറിയില്ല എന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധിയെയും മോഡിയെയും അറിയാത്ത മനുഷ്യർ ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡൽഹിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇന്ത്യ മുന്നണി, എന്താണ് NDA, ഇതൊന്നും അറിയാത്ത ദശലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അങ്ങനെ ഒരു രാജ്യത്ത് ഈ പറയുന്ന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസീസ്, പ്രൊഫഷണൽ ഏജൻസീസ്, അവർ ആരെയാണ് കാണുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, അവർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യനെയർ എന്താണ്, അത് ആ ക്വസ്റ്റ്യനെയറുമായിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് എത്തിയാൽ തന്നെ അത് വായിക്കുന്ന ഈ റെസ്പോണ്ടൻറ്റ് അതെന്താണ്, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്, എങ്ങനെയാണത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധ്രുവ് റാഠിയും കരൺ താപ്പറും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ ബർഗറിൻ്റെ ഇതിനെക്കുറിച്ച്, നിങ്ങൾ ഏത് ബർഗറാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സർവേ, എങ്ങനെയാണ് ആ സർവേ പൊളിയുന്നതെന്ന് ധ്രുവ് റാഠി വളരെ മനോഹരമായിട്ടത് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എല്ലാ സർവേസിനും ഉണ്ട്, പ്രത്യേകിച്ച് സാമ്പിൾ സർവേസിനും ഉണ്ട്. നമ്പർ ഇത് വളരെ മനോഹരമായി വിശദീകരിച്ചാൽ ലാലു പ്രസാദ് യാദവാണ്. സർവേക്കാരോട് അദ്ദേഹം തോൽക്കുമെന്ന് സർവേ വന്നപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന്. അവന്മാർ കുറേ പാൻറ്റ് ഷർട്ട് ഇട്ട് ഇൻസൈഡാക്കി നടക്കുന്ന ആൾക്കാരോട് എന്തൊക്കെയോ ചോദിച്ച് ഒരു പോവും, ഒരു റിസൾട്ട് ഉണ്ടാക്കും. ഇവന്മാരാരും എനിക്ക് വോട്ട് ചെയ്യാറില്ല, എനിക്ക് വോട്ട് ചെയ്യുന്നവരാരും ഇവർ ചോദ്യം ചോദിക്കാറുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ സർവേസ് അത് ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം കാണിച്ചു തരുന്ന ഒന്നാണ്. നമ്മൾ വിചാരിക്കരുത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 മുതൽ 5 വരെ സീറ്റ് കേരളത്തിൽ BJP നേടും എന്ന് സർവേ ഫലം പുറത്തുവിട്ട മലയാളം ചാനലുകളുണ്ട്. മനസ്സിലാക്കണം, ഗോദി മീഡിയയുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. മലയാളം ചാനലുകൾ 1 മുതൽ 5 വരെ സീറ്റ് BJPക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ഉള്ള ഇതാണ് ഇത്. കേരളം എന്ന് പറയുന്നത് സാക്ഷരതയുള്ള ഈ പറയുന്ന എല്ലാ ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണ്. ഇതാണ് ഇതിന് ആമുഖമായിട്ട് പറയാനുള്ള കാര്യം.
ഇങ്ങനെ ഇരിക്കത്തെ. പക്ഷേ അതേസമയം എന്ന് വെച്ചാൽ എല്ലാ സർവേയും പൊട്ടയാണ്, അതിന് യാതൊരു റെലവൻസും ഇല്ല എന്നല്ല. അത് ചില ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിന് സഹായിക്കുന്ന പല ടൂളുകളിൽ ഒരു ടൂളാണ് അത്. ആ നിലക്ക് അത് നമുക്ക് വിശകലനങ്ങളിൽ ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സർവേസ് ഇപ്പം ആ കൺഫ്യൂഷനാകണം. ഓരോ ദിവസവും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ 400-ൻ്റെ കളി രേഷ്മ പറഞ്ഞല്ലോ, 389 NDA കൊടുത്തിട്ടുള്ള സർവേ. എനിക്ക് തോന്നുന്നത് ABPയും വേറെ ഒരു ടീമും കൂടി നടത്തി 389 കട്ട കൊടുത്തിട്ടുണ്ട്. കർണാടകയിൽ ഏതാണ്ട് 30 സീറ്റും 29-നടുത്തും BJPക്കാണ് കൊടുത്തിരിക്കുന്നത്. 26, 27 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും വരുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇതെല്ലാം പാടെ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കോമൺ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഈ പറഞ്ഞ 400-ഉം കടന്നു പോയിരുന്ന, ചിലപ്പോൾ 500-ഒക്കെ കടക്കുമോ എന്ന് തോന്നിപ്പോയിരുന്ന മട്ടിലുണ്ടായാണ് സർവേകളുടെ ഒരു പ്രളയം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ പ്രളയത്തിന് ഒരു ചെറിയ ശമനം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി യാഥാർത്ഥ്യബോധത്തോടുള്ളതാണോ എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ എന്താണ് ഒന്ന് മാറ്റിപ്പിടി എന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് മാറ്റിപ്പിടിക്കാൻ ചില ആളുകൾ സന്നദ്ധരായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഈ പറഞ്ഞ മലവെള്ളപ്പാച്ചിൽ ആ പറയുന്ന ഒരു സാധനം NDAക്ക് പ്രവചിക്കുന്നില്ല. എനിക്കതിൽ കുറച്ചും കൂടി ലോജിക്കലായി തോന്നിയത് CSDS ലോക്നീതി ദ ഹിന്ദുവായിട്ട് ചേർന്ന് നടന്നിട്ടുള്ള ആ സർവേയാണ്. അത് കൃത്യം ഓരോ സംസ്ഥാനത്തെയും സീറ്റുകളുടെ എണ്ണം കൃത്യം പറയുന്നത് അല്ല, ഒരു ട്രെൻഡ്, ഒരു മൂഡ് ഓഫ് ദ നാഷൻ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് NDA തന്നെ ആയിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ബി എ ടഫർ ടാസ്ക് എന്നുള്ള അതാണ് മൊത്തത്തിൽ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഓരോ വിഷയത്തിലുള്ള ജനങ്ങളുടെ റെസ്പോൺസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലോജിക്കലായിട്ട് തോന്നും. കാരണം അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, പവർട്ടിയെക്കുറിച്ച്, വിലക്കയറ്റത്തെക്കുറിച്ച് ധാരാളം ആളുകൾ 24% ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നു. അതേസമയം ഇതേ ആളുകൾ തന്നെ രാം മന്ദിർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയുടെ ഒരു ചിത്രം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ഒരു ശരിയായ ചിത്രം എന്ന് നമുക്ക് തോന്നുന്ന ചില ഡേറ്റയാണ്, അല്ലെങ്കിൽ ചില സിംറ്റംസാണ് അവർ പുറത്തേക്ക് വന്നുള്ളത്. പിന്നെ ഇതിലെല്ലാറ്റിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം, അത് നോർത്ത് സൗത്ത് ഡിവൈഡാണ്. അതെല്ലാറ്റിലും കോമൺ ആയിട്ടുണ്ട്. എന്നാൽ നോർത്തിൽ BJP തന്നെ മുന്നിൽ നിൽക്കും, പക്ഷേ സൗത്തിൽ അങ്ങനെയല്ല. സൗത്തിൽ വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കർണാടക, തമിഴ്നാട്, തെലങ്കാന ഇവിടെയൊന്നും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ കാര്യത്തിലല്ല, അതാത് സംസ്ഥാനത്തെ സർക്കാരിനോടുള്ള എതിർപ്പില്ല. കേരളത്തിൽ അതുണ്ട്. അതും ഏതാണ്ട് എല്ലാറ്റിലും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഈ ABPയുടെ സർവേയിൽ മാത്രമാണ് കർണാടകയുടെ കാര്യത്തിൽ അതിലൊരു വ്യത്യാസം കാണുന്നത്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ്. BJPക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിൻ്റെ മുഴുവൻ സീറ്റുമാണ് ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ അങ്ങനെ അതും പലതിലും കോമൺ ആയിട്ട് ചില ഈ ഗോദി മീഡിയ 5 സീറ്റൊക്കെ BJP കൊടുത്തിട്ടുണ്ട്. അണ്ണാമലൈ പോലും പ്രതീക്ഷിക്കുന്നില്ല. അത് മാക്സിമം ഞാനെങ്കിലും കയറി കൂടുമെന്നാണ് അണ്ണാമലൈ നോക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ പൊതുവായ ട്രെൻഡ് ഇതാണ്. ഇപ്പോൾ നോക്കൂ, ഈ രേഷ്മ പറഞ്ഞ ലോക്പോൾ സർവേയിലും പിന്നെ ഉത്തരേന്ത്യയിൽ BJPക്ക് തിരിച്ചടി എന്ന് പറയുമ്പോഴും ഉത്തർപ്രദേശിൽ 69 സീറ്റ് BJPക്ക് അവർ കൊടുക്കുന്നുണ്ട്. 80 സീറ്റാണ് BJPക്ക് മൊത്തം അവിടെ ഉള്ളത്. 69 സീറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കുറവാണത്. കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്കൊന്ന് 78 മറ്റാണ് കിട്ടിയത്. അപ്പോൾ കുറവ് വരുന്നുണ്ട്. ഹരിയാനയിൽ കുറവ് വരുന്നുണ്ട്, രാജസ്ഥാനിൽ കുറവ് വരുന്നുണ്ട്, ബീഹാറിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെടുന്നു, ഉത്തരേന്ത്യയിൽ പരാജയപ്പെടുന്നു എന്നല്ല, ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഈ ലോക്പോൾ സർവേയിലും പറയുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ആറ്റിക്കുറുക്കി ഞാൻ മുമ്പ് പറഞ്ഞ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്. ഒരു വീക്ക് NDA തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വരാൻ പോകുക എന്നുള്ളതാണ് ഈ സർവേകളും കാര്യങ്ങളും എല്ലാം മുമ്പിൽ വെച്ച് വിശകലനം ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നത്. സജംസ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ, അതായത് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഭരണകൂടത്തിൻ്റെ കയ്യിലാണല്ലോ, അപ്പോൾ മോദി ഇത് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ പൂർണ്ണമായും മോദി സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ സർവേയിലും ദൗഡ് സർ പറഞ്ഞ പോലെ ആ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ഈ സർവേകളും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ട്രെൻഡ് മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ടോ? ഈ ഇന്ത്യൻ സൈക്കി എന്ന് പറയുന്നത് ഒരു ശക്തനായ ലീഡർ, ശക്തനായ നേതാവ്, അയാൾ കൂട്ടുക എന്നുള്ളതാണ് ഇന്ത്യൻ സൈക്കി. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ശക്തിയായ നേതാവായിരുന്നു. RSS ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്നാണ് വിളിച്ചത്. ശക്തിയുടെ പ്രതീകമായ ദുർഗ എന്നാണ് RSS ഇന്ദിരാഗാന്ധി വിളിച്ചത്. അതിനർത്ഥം എന്താണ്? അങ്ങനെ ശക്തമായ ഒരു ബിംബത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ
മനഃശാസ്ത്രം. ഇപ്പോൾ ഈ ലോക് പോൾ സർവേ ഓരോ ടോട്ടൽ ഒരു നാഷണൽ ഫിഗർ പറയുന്നില്ല, പകരം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നുള്ള സീറ്റ് പ്രഡിക്ഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബീഹാർ യു പി. ഇപ്പോൾ ബീഹാറിലാണല്ലോ ഇപ്പോൾ നാളെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനം. അവിടെ എന്തോ 4-5 സീറ്റ് ആദ്യഘട്ടം നടക്കുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയമായി വളരെ പ്രക്ഷുബ്ധമായൊരു സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ BJP വലിയ നേട്ടം ഉണ്ടാക്കിയൊരു സംസ്ഥാനമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പുൽവാമയാണ്. കാരണം പുൽവാമയിൽ കൊല്ലപ്പെട്ട ജവാന്മാർ, CRPF ജവാന്മാർ ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു കൂടുതൽ. അത് എൻക്യാഷ് ചെയ്യുകയാണ് ചെയ്യപ്പെട്ടത് ബീഹാറിൽ നിന്നുള്ള സത്യമാണ്. ഇപ്പോൾ നാളെ ഈ ഫസ്റ്റ് ഫേസ് നടക്കാൻ പോകുന്ന ആ മണ്ഡലങ്ങൾ BJP കൈവശം വയ്ക്കുന്ന സീറ്റുകളുമാണ്. ബീഹാറിലെ യഥാർത്ഥത്തിലെ അവസ്ഥ എന്താണ്? ബീഹാറിൽ ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ തുടക്കം പട്നയിൽ നിന്നായിരുന്നു. ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ ഒരു റാലി പോലും നടത്തിയിട്ടില്ല. അവിടെ തേജസ്വി യാദവാണ് അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ മുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാഷണൽ ഇലക്ഷനിൽ തേജസ്വി യാദവിനെ പോലെ ഒരു സംസ്ഥാനത്ത് മാത്രം അറിയപ്പെടുന്ന ആ സംസ്ഥാനത്ത് അതിന് സ്വീകാര്യതയുണ്ട്. ഒരാൾ വന്നിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ഈ ആളുകളുടെ പ്രതികരണം എന്താണ്? മോദി അല്ലെങ്കിൽ മറ്റാര് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ മോദി എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫിഗറാണ്. അതിന് പകരം വയ്ക്കാൻ ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധി അതിന് പകരം വയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മോദിക്ക് പകരമുള്ള ഒരാളല്ല രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക്. മോദിയാണ്, മോദിക്ക് അത്രയും പോപ്പുലാരിറ്റി ഉണ്ട്. രാഹുൽ ഗാന്ധി അതിന് പകരം വയ്ക്കാൻ ആളല്ല. അതേസമയം ഈ ലോക് പോൾ സർവേയിൽ തെലങ്കാനയിലെ റൂറൽ ഏരിയകളിൽ പോലും ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇത് ഒരു ഉത്തരേന്ത്യൻ മനഃശാസ്ത്രവും ദക്ഷിണേന്ത്യൻ മനഃശാസ്ത്രവും വ്യത്യാസമാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു റൂറൽ ഏരിയയിൽ പോലും മോദി ജനപ്രിയനാണ്. തെലങ്കാനയിൽ നമുക്ക് ഈ തെലങ്കാനയെ ഉത്തരേന്ത്യയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയകൾ തെലങ്കാനയിലുണ്ട്. തെലങ്കാനയിലെ ഒരു കുഗ്രാമത്തിൽ പോലും രാഹുൽ ഗാന്ധി ജനപ്രിയനാണ്. ഇതൊരു ഡിവൈഡാണ് യഥാർത്ഥത്തിൽ. ഈ സർവേ കൊണ്ടുവരുന്ന ഡിവൈഡാണ്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഇപ്പോൾ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക, ബംഗാൾ ഈ 6 സംസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ വിധി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഈ ലോക് പോളിൻ്റെ സർവേയിൽ കർണാടകയിൽ ഇന്ത്യ മുന്നണിക്കാണ് എഡ്ജ് പറയുന്നത്. ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ സീറ്റ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 27-ൽ 26 സീറ്റും BJP നേടിയ സംസ്ഥാനമാണെന്ന് ഓർക്കുക. അപ്പോൾ അതെന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? രണ്ടാമത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്കാണ് എഡ്ജ്. ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ പറയുന്നത്. അതേസമയം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, UP ഈ 4 സംസ്ഥാനങ്ങളിൽ BJP മേധാവിത്വം പുലർത്തുന്നു. അവിടെ ഒരു 10 സീറ്റിനപ്പുറത്തേക്ക് ഈ 4 സംസ്ഥാനങ്ങളിലും 10 സീറ്റിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണി കിട്ടില്ല എന്നാണ് ലോക് പോൾ പറയുന്നത്. അതിനർത്ഥം ആ സർവേ ചൂണ്ടിക്കാട്ടുന്നത്, ആ സർവേ ഒരു സയൻറ്റിഫിക് സർവേ ആണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടതും ആളുകൾ അറിഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ മുന്നണിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനിയും നരേന്ദ്രമോദിയെ അതിജയിക്കുന്ന ഒരു ദേശീയ നേതാവായി രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ വളർന്നിട്ടില്ല എന്നാണ് സർവേകൾ പറയുന്നത്. പക്ഷേ ഇത് നിരാശപ്പെടുത്തുന്ന ഒരു സർവേ ഫലമൊന്നുമില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്നതല്ല. കാരണം 400 സീറ്റിലധികം നേടും ഇക്കുറിയും. ഞങ്ങൾക്കൊരു ദേശീയ സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമില്ലാത്ത വിധം 400 സീറ്റ് നേടും, റാം മന്ദിർ മതി ഞങ്ങൾക്ക് 400 സീറ്റ് നേടാൻ എന്നുള്ള BJPയുടെ ആത്മവിശ്വാസത്തിന് നൽകുന്ന തിരിച്ചടി തന്നെയാണ് യഥാർത്ഥത്തിൽ ആ സർവേ. ഞാൻ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ആ ലോക് പോൾ സർവേയുടെ പ്രധാനപ്പെട്ട ഒരു പൾസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, നാഷണൽ ഫിഗറിനെ കുറിച്ചല്ല. ഓരോ സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് കുറേ കൂടി യഥാർത്ഥ ചിത്രം ഇപ്പോഴത്തെ ഒരു മൂഡ് ഓഫ് ദ നേഷൻ കൊണ്ടുവരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, തീർച്ചയായും. എന്താണെങ്കിലും സർവേ ഫലങ്ങളുടെ ആയുസ് വളരെ ചെറുതാണ്. കാരണം നാളെ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് വരാൻ പോകുന്നത്. എന്നാലും കാത്തിരിക്കാം. ജനം വിധി എഴുതുന്നുണ്ട്, അത് കൃത്യമായി അറിയാൻ കഴിയട്ടെ.